ഇതിനകത്ത് തന്നെ ഒരു വേറൊന്നുണ്ട്, ഒരു ആർട്ട് മ്യൂസിയം, നാഷണൽ ആർട്ട് മ്യൂസിയം. ഇതിനകത്ത് വേറെ ഒന്നും കാണുന്നുണ്ട്. 125 രൂപ. ഈ ക്യാമറയ്ക്ക് കൂടി അടുക്കാണ്. നമുക്ക് കാണാൻ മാത്രമാണെങ്കിൽ ഇന്ത്യൻസിന് 50 റുപ്പീസ്. ക്യാമറയ്ക്ക് എക്സ്ട്രാ നമ്മൾ പേ ചെയ്യണം. ഇത് എന്താണ്? ആർട്ട് മ്യൂസിയം, സ്റ്റോൺ ആർട്ട് സെക്ഷൻ. ഇതായിരിക്കില്ല, ഇതൊക്കെ സ്റ്റോൺ ആർട്ട് സെക്ഷൻ. 1960 AD പുരാവസ്തു വകുപ്പിന് കീഴിലുള്ള ഭക്തപൂർ ദർബാർ സ്ക്വയറിലെ ചരിത്ര പ്രസിദ്ധമായ സിംഗ ദ്വാക്ക കൊട്ടാരത്തിലാണ് ദേശീയ ആർട്ട് മ്യൂസിയം സ്ഥാപിച്ചത്. ഇതൊക്കെ നമ്മൾ മറ്റേ എവിടെയായിരുന്നു, കാഠ്മണ്ഡു തന്നെയുള്ള ഒരു നാഷണൽ മ്യൂസിയം ഉണ്ട്, അവിടെ ഞാനിത് കണ്ടിട്ടുണ്ട്. ഇതേ ശില്പങ്ങൾ. കൊട്ടാരത്തിൻ്റെ ഈ ഭാഗം 1697 AD പ്രശസ്ത കലയുടെയും സംസ്കാരത്തിൻ്റെയും രക്ഷാധികാരിയായ ഭൂപതീന്ദ്ര മല്ല രാജാവാണ് നിർമ്മിച്ചത്. ഇവിടുത്തെ നിങ്ങളിപ്പം കാണുന്ന ഈ ചിത്രങ്ങളും വിഗ്രഹങ്ങളൊക്കെ അല്ലേ, ഇത് അരിഹർ, ഭൈരവൻ, സൂര്യൻ, ചന്ദ്രൻ, വിഷ്ണു, താര, അർദ്ധനാരീശ്വർ എന്നിവരുടെ രൂപങ്ങളാണ്. ഒരുപാട് മാസ്കുകളാണ് ഉള്ളത്. പിന്നെ കുറേ കല്ലിലെന്തോ കൊത്തി വെച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള ഭാഷയാണ് കേട്ടോ. നേപ്പാളിലുള്ള അതായത് ഒരുപാട് മുന്നേ ഉപയോഗിച്ചിരുന്ന ഭാഷയെന്ന് പറഞ്ഞു, മുമ്പ്. നമ്മളെ ഹിന്ദി പോലെ തന്നെ ഉണ്ടല്ലേ. ഇവിടെ നമുക്ക് ഒരുപാട് ലിഖിതങ്ങളൊക്കെ കാണാം കേട്ടോ. ഈ കല്ലിൽ കൊത്തിയ താഴത്തെ നിലയിൽ, ഇപ്പം നമ്മൾ ഈ കൊട്ടാരത്തിൻ്റെ ഏറ്റവും താഴത്തെ നിലയിലാണ്. അപ്പം ഇവിടെ നമുക്ക് ഈ ശിലയിൽ, അതായത് കല്ലിൽ കൊത്തിയ ലിഖിതങ്ങളൊക്കെ കാണുന്നുണ്ട്, ഒരുപാട് കാലം പഴക്കമുള്ള. ചില ആൾക്കാരൊക്കെ നമ്മളെ തമിഴ് പോലെ ഇല്ലേ അല്ലേ, തമിഴ് ഭാഷ പോലെ. ഇത് വേറെ ഏതൊരു ഭാഷ ആണ്. What do you say about this language? The language is Sanskrit, and then the script is Lichavi. Lichavi. Lichavi script. Our second dynasty. Okay. ലിച്ചാവി രാജാവായ ശിവദേവൻ, മല്ല രാജാവ് യക്ഷമല്ല, ജഗത് പ്രകാശ് മല്ല എന്നിവരുടെ ശിലാലിഖിതങ്ങളാണ് പ്രധാനമായും പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇതിനകത്തേക്ക് പോയാൽ ഈ മ്യൂസിയത്തിൽ ഒരുപാട് കാലം പഴക്കമുള്ള ഒറിജിനൽ പെയിൻറ്റിങ്ങുകൾ, അതായത് അപൂർവം നമ്മൾ കാണാത്ത അത്തരം ഒറിജിനൽ പെയിൻറ്റിങ്ങുകൾ, പിന്നെ കൊത്തുപണികൾ, മരത്തിലുള്ള കൊത്തുപണികൾ, പിന്നെ ശിലാശില്പങ്ങൾ, ലോഹ കരകൗശല സാധനങ്ങൾ, അതായത് പണ്ട് കാലം അവരുപയോഗിച്ചിരുന്ന അങ്ങനത്തെ ഓരോരോ സാധനങ്ങൾ എന്നിവയൊക്കെ ഈ മ്യൂസിയത്തിൽ കാണാൻ നമുക്ക് കഴിയും. 4 മുഖങ്ങളായിക്കോട്ടെ, അത് 4 വശത്തേക്ക് മുഖങ്ങൾ. പെയിൻറ്റിങ്ങുകൾ, പുരാതന പെയിൻറ്റിങ്സ്. ഇത് 1ാം നിലയാണ് കേട്ടോ. അതായത് നമ്മൾ ഈ നിൽക്കുന്ന മ്യൂസിയത്തിൻ്റെ അല്ലെങ്കിൽ ഈ കൊട്ടാരത്തിൻ്റെ 1ാം നിലയാണ് കേട്ടോ. ഇതൊരു പെയിൻറ്റിങ് വിഭാഗമാണ്. ഇവിടെ ഈ പ്രദർശിപ്പിച്ച പെയിൻറ്റിങ് വ്യത്യസ്ത കാലഘട്ടം, ശൈലി, പെയിൻറ്റിങ് രീതി എന്നിവയെ പ്രതിനിധീകരിക്കുന്നു.
തല കുത്തനെ എഴുതിയ മാതിരിയുണ്ട്. ഹിന്ദി തലരിച്ച് എഴുതിയ പോലെ ഉണ്ട്. അതുകൂടാതെ 15-ാം നൂറ്റാണ്ടിലെ ചില ശ്രദ്ധേയമായ ചിത്രങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും, അതായത് നേപ്പാളിലൂടെ നടത്തിയ എല്ലാ വീഡിയോയിലും ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് 2015 ഏപ്രിലിൽ ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടായി. അത് കാരണം ഒരുപാട് നാശനഷ്ടങ്ങൾ ഇവിടെ ഉണ്ടായി. ഇവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഭക്തപൂർ ദർബാർ സ്ക്വയറിലും ഇത് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. എന്തോ ഫൈറ്റ് ആണെന്ന് തോന്നുന്നു. അടിപൊളി പെയിൻറ്റിങ്ങുണ്ട് അതൊക്കെ. എൻ്റെ പൊന്നെ, അടിപൊളി. ഇത് ഇതിനെ കൊണ്ട് എന്തോ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ചായ കിളകി പോകാനാണ് തോന്നുന്നു. കണ്ടോ? ഇതിനകത്തിന് ഒന്നുകൂടി ഉണ്ടായിരുന്നു, എക്സ്റ്റെൻഡ് എക്സിബിഷൻ ക്യാറ്റ് മ്യൂസിയം. പഴയ തറവാട്ടിലേക്ക് വരുന്ന വല്ല ഇതിൻ്റെ ഇവിടെയൊക്കെ പെയിൻറ്റിങ് തന്നെയാണ്. പക്ഷേ പഴയ ഒരുപാട് കാലം പഴക്കമുള്ള പെയിൻറ്റിങ്ങാണ്. കണ്ടോ?
ഇവിടെയുള്ള ഈ പിക്ചറിനൊക്കെ ഒരു ബ്ലൂ കളറാണ് കേട്ടോ. ഉണ്ടോ മൊത്തം ഒരു അത് നല്ല ഭംഗിയാണ് കേട്ടോ. അയ്യോ അടിപൊളിയായിട്ടുണ്ട്. ഇനി പുറത്തുള്ള കാഴ്ച കൂടി കണ്ടു കാണുന്നല്ലേ ഇവിടുന്ന് വിടണം. കാരണം ഇന്നും കൂടി ഇവിടെ ഉള്ളൂ. ഒന്നെങ്കിൽ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ കാലത്ത് ഇവിടുന്ന് വിടണം. പൊക്ര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വഴിക്കൂടെ ഒക്കെ പോകുന്നുണ്ട് കേട്ടോ ഞാൻ. ഇത് ഇപ്പം ഞാൻ വന്ന സ്ഥലത്തുള്ള അത് നേരത്തെ പോയ മ്യൂസിയത്തിൻ്റെ ബാക്കി തന്നെയാണ് കേട്ടോ അവിടെ. പാത്രങ്ങളുണ്ടോ പിച്ചള. സ്തൂപ. തലക്ക് മുട്ടി. ഫുള്ളും മരം കൊണ്ടുള്ള കേട്ടോ ഇതൊക്കെ.
ഇതൊക്കെ ഈ തൂണിൻ്റെ ആണെന്ന് അല്ലേ? മൊത്തം